വെൽക്കം ബാക്ക് ടു സിവിൽ ടെക്. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് സ്റ്റെയറിനെ കുറിച്ചാണ്. ബിൽഡിംഗ് മെറ്റീരിയലുള്ള ഒരു മെയിൻ ടോപ്പിക്കാണ് സ്റ്റെയർ എന്ന് പറയുന്നത്. ആയിക്കോട്ടെ, അതുപോലെ ഓവർസിയർ ആയിക്കോട്ടെ, ഈ സ്റ്റെയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് സ്ഥിരമായിട്ട് ചോദിക്കാറുണ്ട്. അതിൽ തന്നെ നമ്മൾ സ്റ്റെയറിന്റെ ടേംസ് ആണെന്ന് നോക്കാൻ പോകുന്നത്. ഇപ്പൊ ഈ കാണുന്നതാണ് സ്റ്റെയർ എന്ന് പറയുന്നത്. ഒരു സീക്വൻസ് ഓഫ് സ്റ്റെപ്സ്, അതൊരു വെർട്ടിക്കൽ മൂവ്മെന്റിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ സ്റ്റെയർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സ്റ്റെപ്പിന്റെ അസെൻഡിങ് അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിനെ കുറിച്ച് ചോദിച്ചാലും നമ്മളത് സ്റ്റെയർ എന്ന് തന്നെയാണ് പറയുന്നത്. ഇനി ഈ സ്റ്റെയർ കൊടുത്തേക്കുന്ന ലൊക്കേഷനെയാണ് നമ്മൾ സ്റ്റെയർ കേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള സ്പേസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റെയർ വേ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഓപ്പണിംഗ് സ്പേസിലാണല്ലോ ഈ സ്റ്റെയർസ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിനെയാണ് നമ്മൾ സ്റ്റെയർ വേ എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ടെക്നിക്കൽ ടേംസിലോട്ട് പോവാം. ഈ ഒരു സ്റ്റെപ്സ് ഞാൻ എടുത്തേക്കുവാണ്. അപ്പൊ ഈ സ്റ്റെപ്സ് എടുക്കുന്ന സമയത്ത് ഇതൊരു ബ്ലാക്ക് പോർഷൻ കണ്ടില്ലേ? ഈ ബ്ലാക്ക് പോർഷനിലല്ലേ നമ്മൾ നമ്മുടെ പാദം വെക്കുന്നത്. സോ ആ ഒരു പോർഷനെ അല്ലെങ്കിൽ ആ ഒരു ഹൊറിസോണ്ടൽ പോർഷനെ പറയുന്ന പേരാണ് ത്രെഡ്. ഓക്കെ, ഈ ഒരു ബ്ലാക്ക് കളറിൽ കാണുന്ന ഹൊറിസോണ്ടൽ പോർഷനെ പറയുന്ന പേരാണ് ത്രെഡ്. അതുപോലെ ഇങ്ങോട്ട് നോക്കിക്കേ, ഈ ഒരു വൈറ്റ് കളറിലുള്ള ഈ ഒരു മെമ്പറിനെ എന്ന് പറഞ്ഞാൽ ഈ ഒരു വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് റൈസർ. ശ്രദ്ധിക്കുക, വെർട്ടിക്കൽ മെമ്പറിനെ പറയുന്ന പേരാണ് റൈസറും. പക്ഷെ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസ് എന്താണെന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെ ആയിരിക്കും, രണ്ട് ത്രെഡുകൾക്കിടയിലുള്ള ആ ഒരു വെർട്ടിക്കൽ ഡിസ്റ്റൻസിനെ പറയുന്ന പേരെന്ന് പറയുന്നത് റൈസുമാണ്. അത് മാറിപ്പോകരുത്. വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ചോദിച്ചാൽ റൈസും, അതുപോലെ തന്നെ മെമ്പർ ചോദിച്ചാൽ അത് റൈസറുമാണ്. ഇനി ത്രെഡിലോട്ട് തന്നെ പോവാം. നമ്മൾ പറഞ്ഞു ഈ ബ്ലാക്ക് കളറിൽ കാണുന്ന പോർഷൻ ആണ് ത്രെഡ് എന്ന് പറയുന്നത്. ശ്രദ്ധിച്ചു നോക്കിക്കേ, ഇതിൽ ഉരുട്ടി എടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പ്രൊജക്ട് ചെയ്ത് നമ്മുടെ ഇത് റൈസറാണ്. റൈസറിൽ നിന്ന് കുറച്ച് പ്രൊജക്ട് ചെയ്തിരിക്കുന്ന ഒരു പോർഷൻ കാണുന്നില്ലേ? ഇതിനെയാണ് നമ്മൾ നോസിംഗ് എന്ന് പറയുന്നത്. എന്താണ് നോസിംഗ് എന്ന് പറയുന്നത്? ഈ നോസിംഗ് കഴിഞ്ഞിട്ടുള്ളത് ഈ ഒരു പോർഷൻ, നോസിംഗ് കഴിഞ്ഞിട്ടുള്ള ത്രെഡിന്റെ ബാക്കി പോർഷന് നമ്മൾ പറയുന്ന പേര് ഗോയിങ് എന്നാണ്. അപ്പൊ ഇതിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ, ത്രെഡ് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ചേർന്നിട്ടാണ് വരുന്നത്? ഈ ഗോയിങ്ങും പ്രൊജക്ട് ചെയ്ത് നിൽക്കുന്ന നോസിംഗും കൂടെ ചേർന്ന പോർഷനെയാണ് നമ്മൾ ത്രെഡ് എന്ന് പറയുന്നത്. നോർമലി നമ്മൾ ത്രെഡ് കൊടുക്കുന്നത് ഒരു 25 to 30 സെന്റിമീറ്ററിലാണ്. അതുപോലെ തന്നെ ഈ പറയുന്ന റൈസിന്റെ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റൈസർ കൊടുക്കുന്നത്, റൈസറിന്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മളൊരു 10 to 15 സെന്റിമീറ്ററിലും ആയിരിക്കും കൊടുക്കുന്നത്. അപ്പൊ ഈ ത്രെഡും റൈസറും കൂടെ ചേർന്ന സമയത്താണ് അവിടെ ഒരു സ്റ്റെപ്പ് ആയിട്ട് വരുന്നത്. ഇനി ഇതിന്റെ ഷേപ്പ് കണ്ടോ? ഈ ഒരു സ്റ്റെപ്പ് ഏത് ഷേപ്പാണ് വരുന്നത്? റെക്ടാംഗിൾ ഷേപ്പാണ്. സോ റെക്ടാംഗിൾ ഷേപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ ഈ ടൈപ്പ് ഓഫ് സ്റ്റെപ്സിനെ പറയുന്നത് ഫ്ലയർ എന്നാണ്. ഇനി നോക്കിക്കേ, ഇതിലുള്ള ആ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് നോക്കിക്കേ. ഈ ഒരു സീരീസ് ഓഫ് സ്റ്റെപ്സ് ലാൻഡ്, ശ്രദ്ധിക്കുക, ലാൻഡിങ് ഒഴികെയുള്ള പോർഷനെ നോക്കിയാൽ നിങ്ങൾക്കറിയാം അവിടെയാണ് ലാൻഡിങ് വരുന്നത്. സോ ലാൻഡിങ് ഒഴികെ സ്റ്റെപ്സ് വരുന്നതിനെ നമ്മൾ ഫ്ലൈറ്റ് എന്നാണ് പറയുന്നത്. ഇപ്പം ഇവിടെ ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അവിടെ ഒരു ലാൻഡിങ് ഉണ്ട്, ഇനി കണ്ടിന്യൂ ചെയ്ത് വീണ്ടും ഫ്ലൈറ്റ് പോകുന്നുണ്ട്. ഇനി ഇതിൽ ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ്. മിനിമം സ്റ്റെപ്സ് എന്ന് വെച്ചാൽ സിംഗിൾ ഫ്ലൈറ്റിൽ ഇപ്പൊ ഈ കാണുന്ന നിങ്ങളിപ്പോ ഈ ഫിഗറിൽ കാണുന്നത് അല്ലെങ്കിൽ ഈ വീഡിയോയിൽ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സിംഗിൾ ഫ്ലൈറ്റ് ആണ്. സോ ഈ സിംഗിൾ ഫ്ലൈറ്റില് മിനിമം കൊടുക്കേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത് 3 ആണ്. അതുപോലെ തന്നെ മാക്സിമം കൊടുക്കേണ്ട സ്റ്റെപ്സ് എന്ന് പറയുന്നത് 12 ആണ്. ഇനി ഫയർ സ്റ്റെപ്സിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ 16 നമ്പർ വേണം നിങ്ങൾ മാക്സിമം ആയിട്ട് കൊടുക്കേണ്ട. ഇനി അതുപോലെ തന്നെ നമ്മുടെ ടിമ്പറിന്റെ സ്റ്റെയർസ് ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ കാണുന്ന നോസിലെ ഈ നോസിൽ തന്നെ അതിന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ടിമ്പർ പീസ് കൊടുക്കുന്നുണ്ട്. സോ ആ സപ്പോർട്ട് കൊടുക്കുന്നതിന് നമ്മൾ സ്കോഷ്യ എന്നാണ് പറയുന്നത്. അതിനെ സ്കോഷ്യ എന്നാണ് പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഇതിൽ കൊടുത്തിരിക്കുന്ന ആ ഒരു റെയിൽ കണ്ടോ? ഈ ഒരു സപ്പോർട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇതിൽ ഈ ഫസ്റ്റ് സ്റ്റെപ്പിൽ കാണുന്ന ഈ ഒരു വേർട്ടിക്കൽ സപ്പോർട്ടിനെയാണ് നമ്മൾ ന്യൂവൽ പോസ്റ്റ് എന്ന് പറയുന്നത്. അതുപോലെ ന്യൂവൽ പോസ്റ്റിന്റെ മേലെ നമ്മൾ കൊടുക്കുന്ന എന്തെങ്കിലും അപ്പിയറൻസിന് വേണ്ടിയിട്ട് കൊടുക്കുന്നതായിരിക്കും, അതിനെ നമ്മൾ ന്യൂവൽ ക്യാപ്പ് എന്ന് പറയാറുണ്ട്. അതുപോലെ ഇങ്ങോട്ട് നോക്കി, ഇൻക്ലൈൻഡ് ആയിട്ട് കൊടുത്തിരിക്കുന്ന ഈ ഒരു സപ്പോർട്ടിനെ നമ്മൾ പറയുന്നതാണ് ഹാൻഡ് റെയിൽ. ഈ ഒരു സപ്പോർട്ടിനെ പറയുന്നതാണ് ഹാൻഡ് റെയിൽ. ഇനി ഹാൻഡ് റെയിലിൽ തന്നെ ഈ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കറിയാം ഫ്ലൈറ്റ് പോയിരിക്കുന്ന അത്രയും പോർഷൻ എന്തും പോയിട്ടുണ്ട്, ഹാൻഡ് റെയിലും പോയിട്ടുണ്ട്. ഹാൻഡ് റെയിലിനെ സപ്പോർട്ട് ചെയ്യാൻ വെർട്ടിക്കലി ഒരു പോർഷൻ കൊടുത്തിട്ടുണ്ട്. ഈ വെർട്ടിക്കലി കൊടുത്തിരിക്കുന്ന പോർഷനെയാണ് അല്ലെങ്കിൽ വെർട്ടിക്കലി നമ്മൾ സപ്പോർട്ടിന് വേണ്ടി കൊടുത്തിരിക്കുന്നതിനെയാണ് ബാലിസ്റ്റർ എന്ന് പറയുന്നത്. ബാലിസ്റ്റർ എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ മെമ്പർ സപ്പോർട്ടിംഗ് ദി ഹാൻഡ് റെയിൽ ആണ്. ഇനി ഇതിൽ ഹാൻഡ് റെയിലും
ഈ പറയുന്ന ബാലിസ്റ്ററും കൂടെ ഒരുമിച്ചൊരു കോമ്പിനേഷൻ വർക്ക് ആയിട്ട് വരികയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ബാലിസ്ട്രൈഡ് അല്ലെങ്കിൽ ബാരിസ്റ്റർ. ശ്രദ്ധിക്കുക, ഇപ്പൊ ഈ കാണുന്നത് ഒരു ഫ്രെയിം വർക്ക് ആണ്. ഒറ്റ സ്റ്റെപ്പിൽ അവർ ചെയ്ത് സെറ്റ് ചെയ്ത് എല്ലാം കൂടെ ഹാൻഡ് റെയിൽ ആയാലും ബാലിസ്റ്റർ ആയാലും ന്യൂവൽ പോസ്റ്റ് ആയാലും ശരി, ഒറ്റ സ്ട്രെച്ചിൽ അവർ കൊണ്ടുവന്ന് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. അപ്പൊ ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ബാലിസ്ട്രൈഡ് അല്ലെങ്കിൽ ബാരിസ്റ്റർ എന്ന് പറയാം. അപ്പൊ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ കമ്പൈൻഡ് ഫ്രെയിം വർക്ക് ഓഫ് ഹാൻഡ് റെയിൽ ആൻഡ് ബാലിസ്റ്റർ എന്നായിരിക്കും ചോദിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു ഈ സ്റ്റെപ്സ് ഒന്ന് ഫോക്കസ് ചെയ്തേ. ഈ സ്റ്റെപ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റെപ്സിന്റെ ഷേപ്പ് എന്താണ്, റെക്ടാംഗിൾ എന്ന് പറഞ്ഞു. അപ്പൊ റെക്ടാംഗിൾ ആണെങ്കിൽ അതിനെ നമ്മൾ ഫ്ലയർ എന്ന് പറയുമെന്ന് പറഞ്ഞു. ഇനി റെക്ടാംഗിൾ അല്ല, ടേപ്പേർഡ് ഷേപ്പ് ആണെന്ന് വിചാരിക്കുക. ടേപ്പേർഡ് ഷേപ്പ് ആണ് എങ്കിൽ അതിനെ നമ്മൾ പറയുന്നതാണ് വൈൻഡേഴ്സ്. ടേപ്പേർഡ് ആണെങ്കിൽ നമ്മൾ പറയുന്നത് വൈൻഡേഴ്സ് എന്നാണ്. ഈ വൈൻഡേഴ്സ് സ്റ്റെപ്സ് കൊടുക്കുമ്പോൾ ഉള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ ലാൻഡിങ് നമ്മൾ കൊടുക്കേണ്ടി വരില്ല. ലാൻഡിങ്ങിന് പകരം ഈ വൈൻഡേഴ്സ് സ്റ്റെപ്സ് ബേസ് ചെയ്ത് തന്നെയായിരിക്കും ഡയറക്ഷൻ ഒക്കെ ചേഞ്ച് ചെയ്ത് പോകുന്നത്. അധികം ഡയറക്ഷൻ ചേഞ്ചിന്റെ കാര്യം നമ്മൾ പറയില്ല, പക്ഷെ ലാൻഡിങ് അവിടെ നമ്മൾ പ്രൊവൈഡ് ചെയ്തില്ല. എന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ ഈ കാണുന്ന സ്റ്റെയറിൽ ഒരു ലാൻഡിങ് ഉണ്ട്. അപ്പൊ ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ട് നമ്മളൊരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷെ വൈൻഡേഴ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഒരു ലാൻഡിങ്ങിന് വേണ്ടിയിട്ട് സ്പേസ് നമ്മൾ കൊടുക്കത്തില്ല. വൈൻഡേഴ്സ് തന്നെയാണ് കണ്ടിന്യൂസ് പോകുന്നത്. ഇനി ഈ സ്റ്റെയറിന്റെ അടിയിലത്തെ സർഫസിന് അണ്ടർ സർഫസ്, അതിപ്പോ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റില്ല, കുറച്ച് ഷെൽസും കാര്യങ്ങളുമാണ്. അപ്പൊ ഇതിന്റെ അണ്ടർ സർഫസിനെ പറയുന്ന പേരാണ് സോക്കറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് കാണാമായിരിക്കും, അതിലൊരു വൈറ്റ് കളറിലുള്ള ഒരു തിക്നെസ് വരുന്ന പോർഷൻസ്, ഈ ഒരു പോർഷൻ, ഇതിനെയാണ് വേസ്റ്റ് എന്ന് പറയുന്നത്. WAIST ആണ് വേസ്റ്റ്. ഇത് RCC സ്റ്റെയറിന് മാത്രമേ കാണത്തുള്ളൂ. നമ്മുടെ ടിമ്പറൊക്കെ എടുക്കുകയാണെങ്കിൽ കാണത്തില്ല. ഇപ്പോഴത്തെ എല്ലാ സ്റ്റെയർസും ഒക്കെ RCC തന്നെയാണ്. അപ്പൊ ആ ഒരു തിക്നെസ് വരുന്ന പോർഷനാണ് നമ്മൾ വേസ്റ്റ് എന്ന് പറയുന്നത്. ഇത് അത്യാവശ്യം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. അപ്പൊ ഇത്രയും നിങ്ങൾ നന്നായിട്ട് നോക്കുക. ഇത് 1-2 ടോപ്പിക്സ് കൂടെ പറയാം, ടേംസ് കൂടെ പറയാം. ഇതിന്റെ ഫ്ലോറിന്റെ ആ ഒരു പോർഷൻ കണ്ടോ, അതുപോലെ തന്നെ ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്ന പോർഷനും ഉണ്ടല്ലോ. ഇവിടുത്തെ ഒരു ആംഗിൾ എടുക്കുവാണെങ്കിൽ അതിനെ പിച്ച് എന്ന് പറയാം, ഇല്ലെങ്കിൽ സ്ലോപ്പ് എന്ന് പറയാം. ഓക്കെ, എന്നുവെച്ചാൽ ഈ ഒരു ഇൻക്ലൈൻഡ് ആയിട്ട് പോകുന്ന ഒരു പോർഷനും ഉണ്ട്. അതുപോലെ ഇവിടെ ഹൊറിസോണ്ടൽ ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ നോക്കുകയാണെങ്കിൽ അതിന് നമുക്ക് പിച്ച് എന്ന് പറയാം. പിച്ച് എന്ന് പറയുമ്പോൾ 30 ഡിഗ്രി ടു 45 ഡിഗ്രി ആണ് വരുന്നത്. അത് ആസ് പെർ നിമിയുടെ വാല്യൂ കൂടെയാണ് വരുന്നത്. ഓക്കെ, ഇത്രയും കാര്യങ്ങള് നന്നായിട്ട് അറിഞ്ഞിരിക്കുക. ഇത് ബേസിക് ആയിട്ട് വരുന്ന ടേംസ് ആണ്. സ്റ്റെയറിൽ നിന്ന് സ്ഥിരം ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ത്രെഡിന്റെയും റൈസറിന്റെ ഒക്കെ വാല്യൂസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുപോലെ മിനിമം കൊടുക്കുന്ന നമ്പേഴ്സ് അറിഞ്ഞിരിക്കണം. ഫ്ലൈറ്റും ഫ്ലയറും മാറിപ്പോവരുത്. ഇനി ഇതിൽ സ്റ്റെയറിൽ നമുക്ക് വരുന്നതെന്ന് വെച്ചാൽ ടൈപ്സ് ഓഫ് സ്റ്റെയർ ആണ്.